എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു വിളവെടുപ്പിൻ്റെയാണ്. അതായത് നമ്മളുടെ കുരുമുളക്. അപ്പോൾ കുരുമുളക് വിളവെടുക്കാറായി. അപ്പോൾ ഓൾറെഡി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ചെറുതായിട്ട് ഞാൻ ഇപ്പോൾ പറിച്ച് കാണിച്ചു തരാം. പഴുത്തു തുടങ്ങി. പഴുത്തു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിക്കാം. പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തു തുടങ്ങി. പിന്നെ മൂത്തോന്ന് അറിയാനായിട്ട് നമ്മളൊരു കായ എടുത്തിട്ട് നമ്മൾ ശരിക്കും ഞെക്കി നോക്കുക. ഞെക്കി കഴിയുമ്പോൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ അത് മൂത്തിട്ടില്ല. ഇത് ഞെക്കിയിട്ട് പൊട്ടുന്നില്ല, ഇതൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പറക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, നമുക്കൊരു തുണി വേണം. ഒരു നീളമുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് അത് നീളത്തിൽ നല്ല ഡബിളോ സിംഗിളോ എന്തായാലും കുഴപ്പമില്ല, കീറാത്തൊരു തുണി എടുക്കുക, നീളത്തിൽ എടുക്കുക. അതിന് ശേഷം നമ്മൾ അരയിൽ അത് കെട്ടുക. പഴയ രീതിയിലുള്ള വിളവെടുപ്പാണ്. അരയിൽ ഈ രീതിയിൽ കെട്ടുക. ഇതിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മടക്കിയിട്ട് നേരെ കഴുത്തിലേക്ക് കെട്ടുക. ഇതിൻ്റെ രണ്ടറ്റം എടുക്കുക. ഇത് പുതിയ ആൾക്കാർക്കാണ് വലിയ പരിചയമില്ലാത്തതുള്ളൂ. പഴയ ആൾക്കാർക്കൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണത്. ഈ കഴുത്തിൽ ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ ഇടുക. അപ്പോൾ നമ്മൾ പറക്കുന്ന മുളക് നമ്മൾ ഈ സൈഡിലേക്ക് ഇടാം, ഈ സൈഡിലേക്ക് ഇടാം. ഇതപ്പോൾ ബാക്കിൽ വന്നിട്ട് ഇവിടെ കിടന്നോളും, താഴേക്ക് ചാടി പോവില്ല. അപ്പോൾ ഇടാൻ എളുപ്പമാണ്. നമ്മളുടെ കൈ അങ്ങനെ ഇടുമ്പോൾ ഉരഞ്ഞ് പൊട്ടിയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തുണിയിൽ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മുളക് വിളവെടുപ്പ് നടത്താം. ഇത് നമ്മളുടെ ഈ മുളക് ശരിക്കും ഫുള്ളായിട്ട് മൂത്തിട്ടില്ല. അതായത് നമ്മൾ ഇപ്പോൾ എല്ലാത്തിലും പല രീതിയിലാണ് മൂത്ത് വരുന്നത്. അപ്പോൾ മൂത്തത് നോക്കി പറിക്കുക, അല്ലെങ്കിൽ അത് ഒരു വെയിറ്റും ഉണ്ടാവില്ല, നമുക്ക് ഗുണമില്ല. അതുകൊണ്ട് ഇതിപ്പോൾ കണ്ട, ഇത് ഞെക്കി കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോവത്. അപ്പോൾ ഇത് അടുത്ത കുറച്ച് ദിവസം കൂടി നിർത്തിയിട്ട് വേണം പറിക്കാനായിട്ട്. നമ്മളുടെ ഈ കുരുമുളകൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ട, പഴുത്ത് കിടക്കുന്നത് കാണാം നമുക്ക്. ഇതിലൊക്കെ അത്യാവശ്യം തിരി പിടിച്ച് കിട്ടിയിരിക്കുന്ന പൊടിയാണ്. ആഞ്ഞിലിയിലാണ് ഈ കയറ്റിയിരിക്കുന്നത്. നമ്മൾ പഴുത്തത് നോക്കി മൂത്തത് നോക്കിയാണ് പറിക്കുന്നത്. 2 പ്രാവശ്യം പറിക്കേണ്ട വരും അത്. കാരണം ചിലത് മൂത്തിട്ടില്ല. പഴുത്തത് നോക്കിയാണ് പറിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രശ്നമാണ് ഇത്. കറക്റ്റായിട്ട് ഒരേ സമയം മൂത്ത് വന്നില്ല. അത് നമ്മളുടെ പണിക്കാശ് ഒരുപാട് കൂടും. കാരണം നമ്മൾ കയറി പറിക്കുന്ന കാരണം പണിക്കാശില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അതൊരു എഫേർട്ടാണ്. ഏത് സമയം പഴുക്കുന്നതനുസരിച്ച് പറിച്ചുകൊണ്ടിരിക്കണം. ഈ കൊടിയിൽ ചില തിരികളാണ് പഴുപ്പ് കുറഞ്ഞത്, മൂക്കാത്തത്. എന്നിരുന്നാലും അത് നിർത്തുന്നില്ല. കാരണം കുറച്ച് ഒരു 10 തിരി ഉണ്ടെന്ന് വെച്ചാൽ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറി പറക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം പഴുത്ത് തുടങ്ങിയ കൊടിയമേന്നുള്ളതൊക്കെ പറിച്ചെടുക്കുകയാണ്. തിരിയുമേന്ന് പഴുത്ത് കൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഒരു ചാക്ക് പറിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി നിന്ന് പറിക്കണം. അതിപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് പറിക്കാമെന്ന് വിചാരിക്കണേ. ഇപ്പോൾ ഓൾറെഡി ഇത് ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാധനം ഒരു ചാക്കിലിട്ട് വെക്കും. എന്നിട്ട് നാളെ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഈ തിരിമേന്ന് ഈ മണികൾ വിട്ടു പോരാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചാക്കിലാക്കി വെക്കാൻ പോവാണ്. ഒരു പ്ലാസ്റ്റിക് ചാക്കിലാക്കി വെച്ചാൽ മതി. നാളെ വന്നിട്ട് ചവിട്ടി മെതിച്ചെടുക്കും. പൊതുവെ ചിലതൊക്കെ നല്ല തിരികളാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പ്രാവശ്യം ഈ തിരിയിൽ നിന്ന് മണികൾ ഒക്കെ കുറച്ച് കേടൊക്കെ വന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇടയ്ക്ക് മഴ പെയ്തു, അങ്ങനെയുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.